മഹാരാഷ്ട്രയെ ശരിക്കും പിടിച്ചുകുലുക്കിയൊരു വാർത്തയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒരു വിമാനാപകടം. അതിൽ സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ അജിത് പവാർ മരണപ്പെട്ടിരിക്കുന്നു. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ ആ വിമാനത്തിനുള്ളിൽ സംഭവിച്ചത്? നമുക്കൊന്ന് നോക്കാം. അപ്പോ ചോദ്യം ഇതാണ്: ഇത് വെറുമൊരു അപകടമായിരുന്നോ, അതോ കാലാവസ്ഥ വില്ലനായതാണോ? ഇനി അതല്ല, ഇതിന്റെ പിന്നിൽ ആരുടെയെങ്കിലും കൈകളുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ആ ദുരന്തം നടന്ന ദിവസത്തെ സംഭവങ്ങളിലേക്ക് നമുക്ക് പോകണം. ആദ്യം തന്നെ നമുക്ക് ഔദ്യോഗികമായി അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത്, ഈ അപകടത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. അപ്പോ സംഭവം ഇങ്ങനെയാണ്. അജിത് പവാർ ഒരു ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു. ഏകദേശം 16 വർഷം പഴക്കമുള്ള ഒരു വിമാനം. സ്വന്തം മണ്ഡലമായ ബരാമതിയിലേക്ക് ഒരു ഇലക്ഷൻ പ്രചരണത്തിന് പോവുകയായിരുന്നു അദ്ദേഹം. പക്ഷേ ലാൻഡ് ചെയ്യാൻ ഓർക്കണം, വെറും 100 മീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോൾ ആ വിമാനം റൺവേക്ക് സമീപം തകർന്നു വീണ് കത്തിയമർന്നു. ഇനി ആ അവസാന 45 മിനിറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് വഷളായതെന്ന് നമുക്ക് കാണാം. രാവിലെ 8 മണിക്ക് മുംബൈയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നു. ഏകദേശം 8:35 ആവുമ്പോഴേക്കും പൈലറ്റ് പറയുന്നു, ഇവിടെ നല്ല മൂടൽമഞ്ഞുണ്ട്, ഒന്നും കാണാൻ പറ്റുന്നില്ലെന്ന്. ആദ്യത്തെ ലാൻഡിംഗ് ശ്രമം പരാജയപ്പെട്ടു. രണ്ടാമത്തെ ശ്രമത്തിനിടയിൽ കൃത്യം 8:46-ന് വിമാനവുമായുള്ള എല്ലാ ബന്ധവും നഷ്ടപ്പെട്ടു. അപ്പോ ആ നിർണായക നിമിഷങ്ങളിൽ യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പോ ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. ഇതൊരു സാധാരണ അപകടമായിരുന്നോ, അതോ വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നോ? 2 സാധ്യതകളാണ് പ്രധാനമായും ആളുകൾ സംസാരിക്കുന്നത്. ഒരു വശത്ത് പൈലറ്റ് തന്നെ പറഞ്ഞിരുന്നു കനത്ത മൂടൽമഞ്ഞുണ്ടെന്ന്, അല്ലേ? അപ്പോൾ മോശം കാലാവസ്ഥ കാരണം പൈലറ്റിന് പിഴവ് സംഭവിച്ചതാകാം. ഇതാണ് ഔദ്യോഗികമായി വരുന്ന ആദ്യത്തെ വിശദീകരണം. എന്നാൽ മറുവശത്ത് CCTV ദൃശ്യങ്ങൾ കണ്ട വിദഗ്ധർ പറയുന്നു അത്ര വലിയ പ്രശ്നമൊന്നും കാലാവസ്ഥയിൽ ഉണ്ടായിരുന്നില്ല എന്ന്. അവർ സംശയിക്കുന്നത് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിനോ മറ്റോ എന്തോ തകരാറ് സംഭവിച്ചിരിക്കാം, അതുകൊണ്ട് പൈലറ്റ് ഒരു എമർജൻസി ലാൻഡിങ്ങിന് ശ്രമിച്ചതാകാം എന്നാണ്. അപ്പോൾ ഏതാണ് ശരി? ഈ യന്ത്ര തകരാറെന്ന സംശയത്തിന് ബലം നൽകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ വിമാനം സർവീസ് നടത്തിയിരുന്ന VS എന്ന കമ്പനിയിലെ അവരുടെ വേറൊരു വിമാനവും 2023-ല് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഭാഗ്യത്തിന് അന്നാർക്കും ജീവൻ നഷ്ടപ്പെട്ടില്ല. എന്നാലും ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ കൂടുമല്ലോ, അല്ലേ? ഇനി കാലാവസ്ഥയും യന്ത്രതകരാറുമൊക്കെ വിടാം. ഇതിനേക്കാളൊക്കെ ഗൗരവമുള്ള മറ്റൊരു സാധ്യതയിലേക്ക്, ഒരു രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ആരോപണത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇതൊന്നും പറയുന്നത് വേറെ ആരുമല്ല, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. അവർ നേരെ പറയുന്നത് അജിത് പവാർ BJP സഖ്യത്തിനൊരു ഭീഷണിയായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ സംശയമുണ്ട്, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം എന്നാണ്. ഇത് ചെറിയൊരു കാര്യമല്ല, അല്ലേ? ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് തന്നെ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവം കൂടുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യയിലിത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ജനറൽ ബിപിൻ റാവത്ത്, YS രാജശേഖര റെഡ്ഡി, എന്തിനേറെ സഞ്ജയ് ഗാന്ധി, ഇങ്ങനെ പ്രമുഖരായ പലരുടെയും അപകടമരണങ്ങൾക്ക് പിന്നാലെ എപ്പോഴും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഉയർന്നു വരാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അജിത് പവാറിന്റെ മരണവും അങ്ങനെയുള്ള ഒന്നാണോ? അപ്പോൾ ഈ മരണത്തെ ചൊല്ലി ഇത്രയധികം ചർച്ചകൾ നടക്കാൻ കാരണമെന്താണ്? ആരായിരുന്നു ഈ അജിത് പവാർ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്തായിരുന്നു? നോക്കൂ, 6 തവണ, 1-2 തവണയല്ല, 6 തവണയാണ് അദ്ദേഹം മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായത്. അതിൽ നിന്ന് തന്നെ ഊഹിക്കാമല്ലോ എത്ര വലിയ രാഷ്ട്രീയ ശക്തിയായിരുന്നു അദ്ദേഹമെന്ന്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം നോക്കിയാൽ ശരിക്കും നാടകീയമാണ്. 8 തവണ MLA, 30 വർഷത്തിലധികം മന്ത്രി, പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശരത് പവാറിന്റെ അനന്തരവൻ. പക്ഷെ അദ്ദേഹത്തെ ശരിക്കും വാർത്തകളിൽ നിർത്തിയത് 2019-ൽ BJPക്കൊപ്പം പോയതും പിന്നെ 2023-ൽ സ്വന്തം പാർട്ടിയെ തന്നെ പിളർത്തി വീണ്ടും BJP സഖ്യത്തിൽ ചേർന്നതുമൊക്കെയാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ പലതവണ ഇളക്കിമറിച്ചൊരു നേതാവായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. അത് വലിയ അഴിമതി ആരോപണങ്ങളുടേതാണ്. ഏകദേശം 70,000 കോടിയുടെ ഒരു ജലസേചന അഴിമതി കേസിൽ അദ്ദേഹം പ്രതിയായിരുന്നു. പക്ഷേ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ 2023-ൽ അദ്ദേഹം BJP സഖ്യത്തിൽ ചേർന്നതിന്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിന്റെ കണ്ടുകെട്ടിയ 1000 കോടിയുടെ സ്വത്തുക്കൾ തിരികെ നൽകി. ഈ സമയക്രമം സ്വാഭാവികമായും ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. അപ്പോ ഒരു വശത്ത് അപകടം, മറുവശത്ത് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ, പിന്നെ വലിയൊരു രാഷ്ട്രീയ ശൂന്യത. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ഇതിനൊരുത്തരം കണ്ടെത്തുക?
ഇപ്പോൾ ഔദ്യോഗിക അന്വേഷണം നടക്കുന്നുണ്ട്. DGCAയുടെ ടീം അപകടസ്ഥലത്തുണ്ട്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധന നടത്തുന്നു. പക്ഷേ ഇതിലെല്ലാം ഏറ്റവും പ്രധാനം ആ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുകയെന്നതാണ്. കാരണം ആ അവസാന നിമിഷങ്ങളിൽ കോക്പിറ്റിൽ നടന്ന സംഭാഷണങ്ങളും വിമാനത്തിന്റെ ഡാറ്റയും എല്ലാം അതിലുണ്ടാകും. അത് തന്നെയാണ് ഈ കേസിലെ നിർണായകമായ തെളിവ്. അവസാനം എല്ലാ ചോദ്യങ്ങളും ചെന്നെത്തുന്നത് ആ ബ്ലാക്ക് ബോക്സിലേക്കാണ്. അത് കണ്ടെത്തി പരിശോധിച്ചാൽ ഒരുപക്ഷേ നമുക്ക് ഉത്തരങ്ങൾ കിട്ടിയേക്കാം. ഇതൊരു ദാരുണമായ അപകടം മാത്രമായിരുന്നോ? അതോ ആരൊക്കെയോ ഭയപ്പെട്ടതുപോലെ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആ ബ്ലാക്ക് ബോക്സിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയായിരിക്കും?